ഇപ്പം മോൾക്കൊരു ഈ സ്കോളിയോസിസ് ഡയഗ്നോസിസ് ചെയ്തപ്പോഴത്തെ ഒരു ഇതിനെ കുറിച്ചുള്ള ഒരു ചിന്ത എന്തായിരുന്നു? തുടക്കത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് മോളുടെ ശരീരത്തിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഡോക്ടറെ കണ്ടപ്പോൾ സർജറിയാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ നെറ്റ് വഴി നോക്കിയപ്പോഴാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേദഗ്രാമിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഉടനെ തന്നെ ഇവിടെ വന്ന് കണ്ടു. ഇവിടെ ആയൂർ ഗ്രാമത്തിൽ വന്നുള്ള ഇവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 1 മാസക്കാലം ഈ സ്ഥാപനത്തിലുള്ള ചികിത്സകൾക്കൊക്കെ മോൾ വിധേയപ്പെട്ടു. അതിനെ തുടർന്ന് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടുന്ന് ലഭ്യമായി തീർന്നു. യോഗയും ലഭ്യമായിരിക്കുന്ന പരിശീലനങ്ങളും ഡോക്ടർ നല്ല നിർദ്ദേശങ്ങളൊക്കെ ലഭ്യമായി തരുന്നു. അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. തുടർന്നും എല്ലാവരും ഓപ്പറേഷനല്ല അവസാനത്തെ വാക്ക്. അതിനതീതമായി യോഗയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിന് മാറ്റങ്ങൾ സംഭവിക്കും. ആരും പ്രയാസപ്പെടേണ്ട കാര്യമല്ല. മാറ്റപ്പെടാൻ കഴിയുന്ന ഒരു ശാരീരികമായ ഒരു ന്യൂനതയാണ് സ്കോളോസിസ്. അല്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വളരെ വ്യത്യാസമുണ്ട്. അതിന് വലിയ സന്തോഷമുണ്ട്. ഇത് യോഗ ചെയ്താൽ മാത്രമേ പോകുള്ളൂ ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ യോഗ ചെയ്തായിരുന്നു. പിന്നെ സമയം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പറ്റുന്ന സമയങ്ങളൊക്കെ കണ്ടെത്തി അങ്ങനെ കുറച്ചെങ്കിലും യോഗ ചെയ്ത് ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ ആദ്യമൊക്കെ പോകാൻ തന്നെ സംശയം ഉണ്ടായിരുന്നു. എന്നാലും ചെയ്ത് തന്നപ്പോൾ ചെറിയ ചെറിയ മാറ്റം കണ്ടപ്പോൾ ഒരു ഉറപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ആശുപത്രിയിലെ സിസ്റ്റേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നല്ല ഉറപ്പൊക്കെ തന്നായിരുന്നു. പിന്നെ ഡോക്ടറും തന്നായിരുന്നു. അതൊക്കെ തന്നെ. പിന്നെ പാരൻസിന് സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എനിക്കൊരു വിശ്വാസം നൽകിയത്. പിന്നെ ഇപ്പം കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ദേഹം കുറച്ചുകൂടെ പുഷ്ടിപ്പെട്ടൊരു തോന്നി. പിന്നെ നേരത്തെ ആദ്യമൊക്കെ നല്ല ശരീരം അത്ര ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ വലിഞ്ഞ് അങ്ങനെ കുറച്ചുകൂടെ ശരീരമായി. പിന്നെ ആദ്യമൊക്കെ ആണെങ്കിൽ നല്ല 1 മാസം നല്ല ചെറിയ കുട്ടി വരെ അങ്ങനെയാണ് ഇരുന്നത്. ഇപ്പം ബോഡി കുറച്ചുകൂടെ സ്ട്രെങ്തനുമായി. പിന്നെ അത് ഷോൾഡറൊക്കെ നല്ല താന്നാണ് ഇത്. ഇപ്പം കുറച്ചും കൂടെ ലെവലായി വന്നു. അതിലങ്ങനെ തോന്നിയില്ല. എന്നാലും കുറെ കൂടെ ആയി. ആദ്യമൊക്കെ ഒന്നും അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇപ്പം വലിയ പ്രശ്നമില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. 100 ഡിഗ്രിയിലധികം കോപ്സായങ്ങളുള്ള വെരി സിവിയർ സ്കോളിയോസിസ് ആണിത്. ഇതിനെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് വളരെ റിസ്ക് എന്ന് പറയുമ്പോൾ കൈകാലുകൾ തളർന്നു പോകാൻ വരെ സാധ്യതയുള്ള സ്പൈനൽ ഫ്യൂഷൻ സർജറിയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം നടത്താം. ഇല്ലെങ്കിൽ ആയുഷ്കാലം ബ്രേസ് ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ വളയാനുള്ള സാധ്യതയെ കുറയ്ക്കാം. അപ്പോഴും കൂടുതൽ വളയാനുള്ള സാധ്യത ഇല്ലാതാക്കാം എന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ വളയാനുള്ള സാധ്യതയെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനുള്ള സൊല്യൂഷൻ. പിന്നെ ഈ വെരി സിവിയർ സ്കോളിയോസിസിൽ ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ശ്വാസം മുട്ടലുകളും ദൈനംദിന ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ ഒരു അവസ്ഥയിൽ 2 കൊല്ലം മുന്നേ ആയുർവേദ യോഗ ചികിത്സയ്ക്ക് വിധേയമാവുകയും അതിലൂടെ വളരെയധികം മാറ്റമുണ്ടാക്കാനും സാധിച്ച ഒരു കേസാണിത്. ശ്വാസം മുട്ടൽ പോലെയുള്ള ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി എന്ന് മാത്രമല്ല, 100 ഡിഗ്രിക്ക് അധികം ഉണ്ടായിരുന്ന ഈ സ്കോളിയോസിസ് 2 വർഷം കൊണ്ട് 5 ഡിഗ്രി കുറയ്ക്കാനും സാധിച്ചു.